മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും അള്ളാഹു നിർദ്ദേശിച്ചതിനനുസരിച്ച് നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിർദ്ദേശം കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഉണ്ടാകേണ്ടത്. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം, അള്ളാഹുവിനെ ഭയപ്പെടണം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞുകൂടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മൾ താമസിക്കുന്ന വീടുകൾ. നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ചെലവാക്കപ്പെടുന്നത് നമ്മുടെ സ്വന്തം വീടുകളിലാണ്. ഭാര്യയും മക്കളും മറ്റു കുടുംബങ്ങളൊക്കെയായി നമ്മൾ നല്ല വീട് നിർമ്മിച്ച് അവരോടുകൂടെ നല്ല സ്നേഹത്തോടുകൂടെ ജീവിക്കുമ്പോൾ അവിടങ്ങളിലെല്ലാം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് അവൻ്റെ പൊരുത്തം ലഭിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആ അർത്ഥത്തിൽ നമ്മുടെ വീടുകളൊക്കെ അല്ലാഹു പൊരുത്തപ്പെട്ട വീടുകളായി, ഭവനങ്ങളായി മാറേണ്ടതുണ്ട്. നമ്മുടെ വീടുകളെപ്പോലെയാണ് നമ്മുടെ വരാനിരിക്കുന്ന ഓരോ ഘട്ടങ്ങളും ഉണ്ടാവുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ ഖബർ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ അവൻ്റെ ദുനിയാവിലെ വീട് ഏത് രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നോക്കിയാൽ മതി. ദുനിയാവിൽ അവന് നിർമ്മിച്ച വീടിനനുസരിച്ചാണ്, ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് മരണാനന്തരം അവൻ്റെ ഓരോ ഘട്ടങ്ങളും ഉണ്ടാവുക. അതുപോലെ ഇരിക്കും അവൻ്റെ ഖബർ, അതുപോലെ ഇരിക്കും അവൻ്റെ പരലോകം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് നൽകിയ വീടിനെ നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അവിടെ അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത ഒന്നും തന്നെ സംഭവിച്ചു പോകരുത്. അല്ലാഹു തആലയെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ വീടിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടത്. ആ അർത്ഥത്തിൽ നമ്മുടെ വീടുകളിൽ നിസ്കാരങ്ങൾ നിർവഹിക്കപ്പെടണം, പരിശുദ്ധമായ ഖുർആൻ പാരായണം നടത്തപ്പെടണം, ദിക്റുകൾ, സ്വലാത്തുകൾ അവിടെ ധാരാളമായി ചൊല്ലപ്പെടണം, നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കണം. നമ്മുടെ കൂട്ടുജീവിതത്തിൽ അള്ളാഹു പൊരുത്തപ്പെട്ട അർത്ഥത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. ഭാര്യയുമായി ബന്ധപ്പെടുന്നിടത്ത്, മക്കളുമായി ഇടപെടുന്നിടത്ത്, കുടുംബത്തിലെ മറ്റുള്ളവർ, മാതാപിതാക്കളെ പരിപാലിക്കുന്നിടത്ത്, ഇങ്ങനെ തുടങ്ങി നമ്മൾ ഇടപെടുന്ന വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തം വാങ്ങാനും അവൻ്റെ തൃപ്തി കരഗതമാക്കാനും ധാരാളമായ അവസരങ്ങളും സാഹചര്യങ്ങളുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. വീടുകളെ ഇബാദത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധമായ ഹദീസിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇജ്അലു ഫി ബുയൂത്തിക്കും മിൻ സ്വലാത്തിക്കും വലാ തത്തഖിദൂഹാ ഖുബൂറ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ നിസ്കാരങ്ങളിൽ നിന്നുള്ള ചില നിസ്കാരങ്ങളെ നിങ്ങൾ സംവിധാനിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പല നിസ്കാരങ്ങളെയും നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് നിങ്ങൾ നിർവഹിക്കണം. വീടുകളെ നിങ്ങൾ ഖബറുകളാക്കി മാറ്റരുത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ലാ തജ്അലു ബുയൂത്തക്കും മഖാബിറ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറിടങ്ങളാക്കി മാറ്റരുത്. ഖബർസ്ഥാനുകളിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. അവിടെ ഒന്നുമില്ല, അവിടെ കുറേ ആളുകൾ മരിച്ചു കിടക്കുകയാണ്.
അവിടെ പ്രത്യേകമായ ഇബാദത്തുകളൊന്നും നിർവഹിക്കപ്പെടുന്നില്ല. അങ്ങനെ കുറേ ആളുകൾ മരിച്ചു കിടക്കുന്ന ഖബർസ്ഥാനുകളെപ്പോലെ നിങ്ങളുടെ വീടുകളും ജീവിച്ചിരിക്കുന്ന നിങ്ങളും അവിടെ മരണപ്പെട്ടു പോയ ആളുകളെപ്പോലെ, ചത്ത ആളുകളെപ്പോലെ, ജീവൻ നഷ്ടപ്പെട്ട ആളുകളെപ്പോലെ നിങ്ങൾ അള്ളാഹുവിന് ദിക്റ് ചൊല്ലപ്പെടാതെ, ഖുർആൻ പാരായണം ചെയ്യപ്പെടാതെ, നിസ്കാരം നിർവഹിക്കപ്പെടാതെ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബർസ്ഥാനുകളാക്കി മാറ്റരുത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നല്ല ഒരു വിഹിതം നിസ്കാരം വീടുകളിലാണ് നിർവഹിക്കപ്പെടേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിസ്കരിക്കേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞത് വബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന, ഇബാദത്തുകൾക്കും നിസ്കാരങ്ങൾക്കും ജമാഅത്തിനും മറ്റു ആരാധനകൾക്കുമൊക്കെ സ്ത്രീകൾക്ക് അവരുടെ വീടുകളാണ് ഉത്തമമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പള്ളിയിലേക്ക് പോവുക എന്നത് പുരുഷന്മാർക്ക് മാത്രം പ്രത്യേകതയുള്ള സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അവരവരുടെ വീടിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത്, നിസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത്. മഹദിമാരായ ഒരുപാട് ആളുകളെ നമുക്കെല്ലാം പറയാനുണ്ട്. മഹദിയായ ബീവി നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹ, മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ, അങ്ങനെയുള്ള മഹദിമാരൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇബാദത്തിന് വേണ്ടി പ്രത്യേകമായ സ്ഥലം സംവിധാനിക്കുകയും ആ റൂമിൻ്റെ ഉള്ളിലിരുന്ന് നിസ്കാരങ്ങൾ ധാരാളമായി നിർവഹിക്കുകയും വിശുദ്ധമായ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്ത് അവരെല്ലാം അവരുടെ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് കരഞ്ഞ് കണ്ണീരൊഴുക്കി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിച്ചതും നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ അവർ ഇബാദത്തുകൾ സജീവമാക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, ദുആകൾ വർദ്ധിപ്പിക്കുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, വിശുദ്ധമായ ഖുർആൻ പാരായണം ധാരാളമായി നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് നിർവഹിക്കുക, നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക. അതോടൊപ്പം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരങ്ങൾക്ക് പള്ളിയിലേക്ക് പോകൽ പ്രത്യേകമായി ഒരുപാട് പ്രതിഫലമുള്ള ഒരു അമലായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഫർളായ നിസ്കാരങ്ങൾക്ക് പുറമെ നിർവഹിക്കപ്പെടുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ പുരുഷന്മാരും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിർവഹിക്കേണ്ടത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ വിശദീകരണമായി പണ്ഡിതന്മാർ ആ കാര്യമാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പുരുഷന്മാരും അവരുടെ ഫർള് നിസ്കാരങ്ങളുടെ കൂടെ മുന്നിലും പിന്നിലുമായി നിർവഹിക്കുന്ന റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത് എന്ന്, അങ്ങനെയാണ് സുന്നത്ത് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ഫർള് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി അവൻ വീട്ടിലേക്ക് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെ വീട്ടിലേക്ക് മാറ്റിവെക്കുമ്പോൾ വീട്ടിൽ വെച്ച് അശ്രദ്ധപ്പെട്ട് അലസമായി വേറെ ഏതെങ്കിലും ഏർപ്പാടുകളുമായി ബന്ധപ്പെട്ട് അവൻ്റെ സുന്നത്ത് നിസ്കാരങ്ങൾ നഷ്ടപ്പെടുമെന്ന പേടി അവനില്ല എങ്കിൽ അവൻ്റെ സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് സുന്നത്തായ കാര്യം, പ്രതിഫലമുള്ള കാര്യമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ സ്ഥാനം ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഫർളായ നിസ്കാരങ്ങളും സുന്നത്തൊക്കെ പള്ളിയിൽ വെച്ച് നിർവഹിച്ചാൽ തന്നെ കാര്യങ്ങൾ സമ്പൂർണ്ണമാവുകയുള്ളൂ. വീട്ടിലേക്ക് മാറ്റിവെച്ചാൽ അത് അലസമായി പോകും, അത് അശ്രദ്ധപ്പെട്ടു പോകും. വീട്ടിലെ കുട്ടികളുമായി ഇടപെട്ട് സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എങ്കിൽ അവൻ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കേണ്ടത് അവൻ പള്ളിയിൽ വെച്ച് തന്നെയാണ്. അവൻ ആ നിസ്കാരത്തെ വീട്ടിലേക്ക് പിന്തിപ്പിക്കേണ്ടതില്ല. അല്ലാതെ എൻ്റെ റവാത്തിബ് നിസ്കാരങ്ങൾ നഷ്ടപ്പെടൂല എന്ന് ഉറപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫർള് നിസ്കാരങ്ങൾ പള്ളിയിൽ നിർവഹിച്ച് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെ അവൻ വീട്ടിലേക്ക് പിന്തിപ്പിക്കണം. പള്ളിയിലേക്ക് പോകുന്നതിന് മുന്നേ അവൻ്റെ ഫർളിൻ്റെ മുന്നേ നിസ്കരിക്കുന്ന റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെ വീട്ടിൽ വെച്ച് നിർവഹിച്ച് അവൻ പള്ളിയിലേക്ക് പോയി ജമാഅത്തിൽ പങ്കെടുത്ത് ഫർള് നിസ്കരിച്ച് അവൻ ശേഷമുള്ള റവാത്തിബുകളെ വീട്ടിൽ വന്ന് നിസ്കരിക്കലാണ് സുന്നത്ത് എന്ന് ഫുഖഹാക്കളായ ആളുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ബലമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസാണ് ഇജാലു ഫി ബുയൂത്തിക്കും മിൻ സ്വലാത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നിസ്കാരങ്ങൾ നിർവഹിക്കണം. വലാ തത്തഖിദൂഹാ ഖുബൂറ, വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇബാദത്തുകൾ നിർവഹിക്കപ്പെടണം. നമ്മുടെ നിസ്കാരത്തിൽ നിന്ന് സുന്നത്തായ കാര്യങ്ങൾ അത് പറയുമ്പോൾ പള്ളിയിൽ വെച്ച് മാത്രം നിർവഹിച്ചാൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. നമ്മൾ ളുഹറിൻ്റെ മുന്നേ സൂര്യൻ ഉദിച്ച് ളുഹറിൻ്റെ മുന്നേ നിർവഹിക്കുന്ന ളുഹാ നിസ്കാരം വലിയ ബഹുമാനമുള്ള നിസ്കാരമാണ്. ആ നിസ്കാരം പള്ളിയിൽ വെച്ചാവുക എന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. വീട്ടിൽ വെച്ച് നിർവഹിക്കപ്പെടുന്നതിനേക്കാളും
വലിയ പ്രത്യേകത, വലിയ പ്രതിഫലം ദുഹാ നിസ്കാരം പള്ളിയിൽ വെച്ചാവുക എന്നതാണ്. അതുപോലെ തന്നെ പള്ളിയിൽ വെച്ച് മാത്രം നിർവഹിക്കപ്പെടുന്ന സുന്നത്ത് നിസ്കാരമാണ് തഹിയ്യത്ത് നിസ്കാരം. ഇങ്ങനെ പള്ളിയിൽ വെച്ച് നിർവഹിക്കപ്പെടണമെന്ന് നിർദ്ദേശിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരമല്ലാത്ത മറ്റു സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയും വീട്ടിൻ്റെ ഉള്ളിൽ ഖബർസ്ഥാനുകളെപ്പോലെയുള്ള ശാന്തമായ സൈലൻ്റായ ഒരു സാഹചര്യം നിർമ്മിച്ചെടുക്കുന്നതിന് പകരം എപ്പോഴും അള്ളാഹുവിനെ അനുസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന് ദിക്ർ ചൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അള്ളാഹു തആലാക്ക് ആരാധനകൾ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇടങ്ങളായി വീടുകളെ മാറ്റണമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി കൽ ഹയ്യി വൽ മയ്യിത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്ന ഹദീസായി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹുവിന് ദിക്ർ ചൊല്ലപ്പെടുന്ന, അള്ളാഹുവിനെ അനുസ്മരിക്കപ്പെടുന്ന വീടിൻ്റെ ഉദാഹരണവും അള്ളാഹുവിനെ അനുസ്മരിക്കപ്പെടാത്ത വീടിൻ്റെ ഉദാഹരണവും അള്ളാഹുവിന് ദിക്ർ ചൊല്ലപ്പെടാത്ത വീടിൻ്റെ ഉദാഹരണവും അത് ഒരു ജീവനുള്ള വ്യക്തിയെപ്പോലെയും ജീവനില്ലാത്ത വ്യക്തിയെപ്പോലെയുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ഹദീസിൻ്റെ ആ ഒരു പ്രാധാന്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വീട്ടിൻ്റെ ഉള്ളിൽ അള്ളാഹുവിന് ദിക്ർ ചൊല്ലപ്പെടണം. നമുക്കറിയുന്ന ദിക്റുകൾ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് ധാരാളമായി നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. അങ്ങനെ ദിക്ർ ചൊല്ലപ്പെടുന്ന വീടുകൾ ജീവനുള്ള വ്യക്തിയെ പോലെയാണ്. അവിടെ ജീവസുറ്റമായ ഒരവസ്ഥയാണ് ഉണ്ടാവുക. അതേ സ്ഥാനം വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി, അള്ളാഹുവിനെ അനുസ്മരിക്കപ്പെടാത്ത, അള്ളാഹുവിന് ദിക്ർ ചൊല്ലപ്പെടാത്ത വീടുകൾ അത് മയ്യിത്ത് പോലെയാണ്, അത് ഖബർസ്ഥാനുകളെ പോലെയാണ്, അത് ജീവനില്ലാത്ത അവസ്ഥ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹു തആല നൽകിയ വീടുകളെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഖുർആൻ ഓതണം. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് എങ്ങനെയും ഖുർആൻ ഓതാമല്ലോ. ധാരാളമായി നല്ല ഉച്ചത്തിൽ തന്നെ ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണം കേട്ട് പിശാച് ഓടിപ്പോകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ വിശുദ്ധമായ ഖുർആൻ ധാരാളമായി നമ്മൾ പാരായണം ചെയ്യുകയും പ്രത്യേകമായ പോരിശയുള്ള, പ്രത്യേകമായ ബഹുമാനമുള്ള സൂറത്തുകളെ, സൂറത്തുൽ മുൽക്ക് അടക്കം, സൂറത്തുൽ വാഖിയ അടക്കം, സൂറത്തുൽ ദുഖാൻ, സൂറത്തുൽ സജദ, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ഒരുപാട് സൂറത്തുകളുണ്ട്. ആ സൂറത്തുകളൊക്കെ ആ സമയത്ത് തന്നെ, കൃത്യമായ സമയത്ത്, ഇശാ മഗ്രിബിനിടയിൽ പറ്റുന്നത് പോലെ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഈ സൂറത്തുകളൊക്കെ പാരായണം ചെയ്യണം. അങ്ങനെ വീട്ടിൽ ഖുർആൻ ഓതിയാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ആ വീട്ടിൽ ഇറങ്ങുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും വിശുദ്ധമായ ഖുർആൻ ഓടുന്നിടത്ത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരിക്കൽ ഒരു സ്വഹാബി ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഒരാളിങ്ങനെ സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഓതുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ കുതിരയെ 2 കയറ് കൊണ്ട് അവിടെ കെട്ടിയിടപ്പെട്ടിട്ടുണ്ട്. കുതിരയെ തൊട്ടടുത്ത് കെട്ടിയിട്ടുകൊണ്ടാണ് അദ്ദേഹം ഇപ്പുറത്തിരുന്ന് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് വലിയ ബഹുമാനത്തോട് ഇങ്ങനെ കൂടെ ഓതിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ തലയുടെ മുകളിലേക്ക് ഒരു മേഘം ഇങ്ങനെ മൂടി വരികയാണ്. മേഘം ഇങ്ങനെ ഫതഗശ്ശത്ഹു സഹാബ, അദ്ദേഹത്തെ ഒരു മേഘം മൂടി. ആ മേഘം ഇങ്ങനെ അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരുമ്പോൾ, ആ മേഘം ഇങ്ങനെ അടുത്ത് വരുമ്പോൾ തൊട്ടപ്പുറത്ത് കെട്ടിയിട്ടിട്ടുള്ള ആ കുതിര അത് പേടിച്ച് ഓടാൻ വേണ്ടി ഒരുങ്ങുകയാണ്. കെട്ടിയിടപ്പെട്ടിട്ടുണ്ട് അതിനെ. ആ ഒരു രംഗം കണ്ടുകൊണ്ട് ആ കുതിര ഓടാനൊരുങ്ങി നിൽക്കുന്ന ഒരു പ്രത്യേകമായ ഒരു അനുഭവം ആ വ്യക്തി സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായപ്പോൾ ആ ഒരു സംഗതി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ വന്ന് പങ്കുവെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞത്, തിൽക സകീനത്തു തനസ്സലത് ലിൽ ഖുർആൻ, ഖുർആൻ ഓതിയതിൻ്റെ പേരിൽ അവതരിച്ചിട്ടുള്ള, ഖുർആൻ ഓതിയതിൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുള്ള, വർഷിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേകമായ സകീനത്താണത്, പ്രത്യേകമായ അനുഗ്രഹമാണത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖുർആൻ ഓതിയ വ്യക്തിയോട് അവിടുന്ന് ഓർമ്മപ്പെടുത്തി. എങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുർആൻ ഓതുന്നിടത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകും, അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകും, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സകീനത്തുണ്ടാകും എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാവണം, അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകണം. ഇങ്ങനെ അള്ളാഹു ആദരിച്ച വിഷയങ്ങളെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ആദരിക്കപ്പെടണം. ഖുർആനോത്ത് ധാരാളമായി നടക്കണം, ദിക്റുകൾ ധാരാളമായി ചൊല്ലപ്പെടണം. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലപ്പെടണം.
നിർവഹിക്കപ്പെടണം, അതുപോലെ തന്നെ ദുആ നിർവഹിക്കപ്പെടണം, അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹു പൊരുത്തപ്പെടാത്ത വിഷയങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലുണ്ടാകാൻ പാടില്ല. വീട്ടിൻ്റെ ഉള്ളിൽ ജീവികളുടെ രൂപങ്ങളൊക്കെ ഉണ്ടായാൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുകയില്ല എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് ബോധ്യപ്പെട്ട കാര്യമാണ്. ഒരു പ്രത്യേകമായ ജീവിയുടെ രൂപമുണ്ടായതിൻ്റെ പേരിൽ റഹ്മത്തിൻ്റെ മലക്കിറങ്ങാത്ത സംഭവം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള ജീവികളുടെ രൂപങ്ങളോ ഫോട്ടോകളോ വെക്കുന്നതിന് പകരം നമ്മുടെ ഷോക്കേസുകളിൽ വിശുദ്ധമായ ഖുർആനിനെ ആദരിച്ച് ബഹുമാനിച്ച് നമ്മൾ വെക്കുകയും അതിടക്കിടക്ക് എടുത്ത് ഓതുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. വെറും കാണാൻ വേണ്ടി, ഇങ്ങനെ സൗന്ദര്യത്തിന് വേണ്ടി, അലങ്കാരത്തിന് വേണ്ടി, നമ്മുടെ ഷോക്കേസ് നിറക്കാൻ വേണ്ടി വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ അട്ടിയട്ടിയായി വെക്കുന്നതിന് പകരം അതൊക്കെ ഇടക്കിടക്ക് എടുത്ത് ഓതുക എന്നത് നമ്മുടെ ശീലമാകണം. അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ റഹ്മത്തിറങ്ങുക, അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാവുക എന്ന് നമുക്കെല്ലാവർക്കും നല്ല ധാരണ ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ വീടുകളെ അള്ളാഹു പൊരുത്തപ്പെട്ട ഇടങ്ങളാക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതും നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്, അതും നമ്മുടെ തഖ്വയുടെ ഭാഗമാണ്. അതോടൊപ്പം മൗലിദുകൾ പാരായണം ചെയ്യപ്പെടണം, ഹദ്ദാദ് റാത്തീബ് ചൊല്ലപ്പെടണം. എത്ര വലിയ ബഹുമാനമുള്ള വലിയ ഒരു ഔറാദായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന സംഗതിയാണ് ഹദ്ദാദ് റാത്തീബ്. ഒരു 10-20 മിനിറ്റ് സമയമെടുത്ത് ചൊല്ലാൻ പറ്റുന്ന ഹദ്ദാദ് റാത്തീബുകൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തു കളയപ്പെട്ടു പോയി. ഇന്നത്തെ പുതിയ തലമുറക്ക് ഹദ്ദാദ് റാത്തീബ് പരിചയമില്ലാതെയായി പോയി. ഇന്ന് നമ്മുടെ മക്കൾക്ക് ഹദ്ദാദ് റാത്തീബ് അറിയില്ല. അതുകൊണ്ട് ഉമ്മമാർ പ്രത്യേകമായി ഹദ്ദാദ് റാത്തീബിന് സമയം കണ്ടെത്തി വീട്ടിലുള്ള മക്കളെ ഒരുമിച്ച് കൂട്ടി ഇരുത്തി, പെൺകുട്ടികളെയും വീട്ടിലുള്ള മറ്റു സ്ത്രീകളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി വീട്ടിൽ ഹദ്ദാദ് ചൊല്ലുന്ന ഒരു സ്വഭാവമുണ്ടാക്കുകയാണെങ്കിൽ എത്രമാത്രം ഐശ്വര്യമായിരിക്കും ആ വീട്, എത്രമാത്രം ബറക്കത്തായിരിക്കും ആ വീട്ടിലുണ്ടാവുക. അങ്ങനെയുള്ള പഴമക്കാരായ ആളുകൾ അവർ ജീവിതത്തിൽ പ്രാവർത്തികമായി പതിവായി കൊണ്ടു നടന്നിരുന്ന ഇത്തരം ശീലങ്ങളൊക്കെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. വീടുകളെ ഖബർസ്ഥാനുകളാക്കരുത്, വീടുകളെ നാടകശാലകളാക്കരുത്, വീടുകളെ സിനിമാ തിയേറ്ററുകളാക്കി മാറ്റരുത്. ഇങ്ങനെയുള്ള വേണ്ടാത്ത വിഷയങ്ങൾ കാണപ്പെടുന്ന, അതിനുവേണ്ടി വലിയ സ്ക്രീനുകളൊക്കെ ഡൈനിങ് ഹാളിലും മറ്റു റൂമുകളിലൊക്കെ സംവിധാനിക്കപ്പെട്ട് ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന, നാടകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, വേണ്ടാത്ത വീഡിയോസ് കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന വീടുകളായി നമ്മുടെ വീടുകൾ മാറുമ്പോൾ നമ്മൾ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി വിശുദ്ധമായ ഖുർആനിനും മൗലിദുകൾക്കും റാത്തീബുകൾക്കും ദിക്റുകൾക്കും സ്വലാത്തുകൾക്കും സ്ഥാനം കൽപ്പിക്കുന്ന വീടുകളായി നമുക്ക് നമ്മുടെ മരണം സംഭവിച്ച് നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകാനുള്ള ഇടമാണ് നമ്മുടെ വീട് എന്ന ആ ബോധത്തോടുകൂടെ നമുക്ക് നല്ല റാഹത്തായി സന്തോഷത്തോടുകൂടെ മലക്കുകളുടെ സാന്നിധ്യത്തോടുകൂടെ നമ്മുടെ വീട്ടിൽ വെച്ച് മരിക്കണം, റാഹത്തായി നമ്മുടെ വീട്ടിൽ നിന്ന് യാത്ര പോകണം. ആ ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് ചത്ത ഒരു അവസ്ഥ വീട്ടിൽ നിന്ന് മാറ്റിയെടുത്ത് നല്ല ജീവസുറ്റമാക്കി ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുന്ന ഇടങ്ങളാക്കി നമ്മുടെ വീടുകളെ മാറ്റണം. അങ്ങനെയാണ് നമ്മുടെ വീടുകളെ പരിപാലിക്കേണ്ടത്. അതോടൊപ്പം ഭാര്യയും മക്കളും കുടുംബത്തിലുള്ള അംഗങ്ങളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, സ്നേഹം പങ്കുവെക്കുക. ഓരോരുത്തരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പകരം കൂട്ടമായി ഭക്ഷണം കഴിക്കുക. അതിനൊരു സമയം നിശ്ചയിക്കുക. ഉച്ചക്കൊരു പ്രത്യേകമായ സമയം, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകമായ സമയം, രാത്രി സമയത്തേക്കുള്ള ഭക്ഷണത്തിന് ഒരു പ്രത്യേകമായ സമയം. ആ സമയത്ത് വീട്ടിലുള്ള അംഗങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി വാപ്പയും ഉമ്മയും മക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു റാഹത്താണ് ആ വീട്ടിലുണ്ടാവുക. ഇങ്ങനെ നമ്മൾ പരസ്പരം സ്നേഹം പങ്കുവെച്ചുകൊണ്ടുള്ള ഇടങ്ങളാക്കി നമ്മുടെ വീടുകളെ മാറ്റണം. ഇത് ഒരു മകനും ഓൻ്റെ ഭാര്യയും ഒരു റൂമിൻ്റെ ഉള്ളിൽ, മറ്റോനും അവൻ്റെ ഭാര്യയും വേറെ റൂമിൻ്റെ ഉള്ളിൽ, അങ്ങനെ അവരവരുടെ റൂമിൽ ഇങ്ങനെ വന്നു പോവുക എന്നതിന് പകരം എല്ലാവരും കൂടുന്ന, പരസ്പരം കാണാൻ പറ്റുന്ന ആളുകൾ ഒന്നിച്ചിരിക്കുകയും കാണാൻ പറ്റാത്ത ആളുകൾ ആ ഹിജാബ്, ആ മറ പ്രത്യേകമായി കാത്തു സൂക്ഷിക്കലോടുകൂടെ തന്നെ സ്നേഹവും ബഹുമാനവും പരസ്പരം പങ്കുവെച്ചുകൊണ്ടുള്ള ഇടങ്ങളാക്കി നമ്മുടെ വീടുകളെ മാറ്റേണ്ടതുണ്ട്. ഇങ്ങനെ നല്ല സ്നേഹമുള്ള, നല്ല സൗഹാർദ്ദമുള്ള, നല്ല ഇണക്കമുള്ള, നല്ല കൃപയുള്ള നല്ല ഒരു അന്തരീക്ഷമാണ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുണ്ടാകേണ്ടത്. ഇത് വാപ്പയും മക്കളും കണ്ടുകൂടാത്ത അവസ്ഥ, ഭാര്യയും ഭർത്താവും കണ്ടുകൂടാത്ത അവസ്ഥ, അതുപോലെ തന്നെ മാതാപിതാക്കളും മക്കളും കണ്ടുകൂടാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പല വീടുകളിലും വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരസ്പരം ഒരു ധാരണയുമില്ല, ഒരു സ്നേഹവുമില്ല, അവനെക്കുറിച്ചൊരു ധാരണയുമില്ല, സ്വന്തം ജ്യേഷ്ഠനാണ്, സ്വന്തം അനുജനാണ്, ഇങ്ങനെ പരസ്പരം ഒരു ധാരണയില്ലാതെ മറ്റുള്ളവനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് തീർക്കുന്നതിന് പകരം സ്നേഹത്തോടുകൂടെ ജീവിക്കുന്ന നല്ല വീടുകളായി നമ്മുടെ വീടുകളെ മാറ്റിയെടുക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ശീലവും ഒന്നിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശീലവും അങ്ങനെ സ്നേഹം പങ്കുവെക്കുന്ന
വീടുകളാക്കി നമ്മുടെ വീടുകളെ മാറ്റുകയും അതോടൊപ്പം വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി, നിസ്കരിക്കാൻ വേണ്ടി, ദിക്റുകൾ ചൊല്ലപ്പെടാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായി സമയം കണ്ടെത്തുകയും അങ്ങനെ നമ്മുടെ വീടുകളെ അള്ളാഹു പൊരുത്തപ്പെട്ട ഇടങ്ങളാക്കി, നല്ല പ്രകാശിക്കുന്ന വീടുകളാക്കി നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അതൊക്കെ നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്, നമ്മുടെ തഖ്വയുടെ ഭാഗമാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.